രാധേ കൃഷ്ണ. എല്ലാവർക്കും സമർപ്പണത്തിലേക്ക് സ്വാഗതം. ഇന്ന് ചതയ ദിനം, അതായത് ചിങ്ങമാസത്തിലെ ചതയ ദിനം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനമാണിന്ന്. സാധാരണയായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവോണം കഴിഞ്ഞ് അവിട്ടം കഴിഞ്ഞാണ് നമ്മൾ ഗുരുദേവൻ്റെ ചതയം ആഘോഷിക്കുക. പക്ഷേ ഈ പ്രാവശ്യം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവോണം കഴിഞ്ഞിട്ടുള്ള ചതയം വരുന്നത് കന്നിമാസത്തിലാണ്. അതുകൊണ്ട് നമുക്കിന്ന് ഈ പ്രാവശ്യം തിരുവോണത്തിനേക്കാൾ മുൻപായാണ് ചതയം ആഘോഷിക്കുന്നത്. പുരാണ കഥകൾ ഒരുപാട് നാട്ടുകാർക്കൊക്കെ പറഞ്ഞു കൊടുത്ത മാടൻ്റെയും കുട്ടിയമ്മയുടെയും മകനായിട്ടാണ് ശ്രീനാരായണ ഗുരു ചതയ നക്ഷത്രത്തിൽ ചിങ്ങമാസത്തിലെ ചതയ നക്ഷത്രത്തിൽ ജനിക്കുന്നത്. ശരിക്കും വലിയൊരു ചരിത്ര പുരുഷൻ, തത്വചിന്തകൻ. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഒരു വലിയൊരു ഋഷീശ്വരനായിട്ട് തന്നെ, ഭഗവാന്റെ തന്നെ അവതാരം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കാണാം. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ജാതി വ്യവസ്ഥയിൽ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കൊണ്ടുള്ള ഒരു കാലഘട്ടത്തിൽ ആണ് നമ്മുടെ ഗുരുദേവൻ്റെ ജനനം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെ എന്ന് പറഞ്ഞ് എല്ലാ ജാതി വ്യവസ്ഥയും പൊളിച്ചടുക്കിക്കൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരും തുല്യമാണ്. എല്ലാവരുടെ ശരീരം മുറിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് രക്തമാണ് വരുന്നത്. എല്ലാവരും കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ണീരാണ് വരുന്നത്. എല്ലാ മനുഷ്യരും തുല്യമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഒരുപാട് പ്രതിഷ്ഠകൾ നടത്തിയിട്ടുണ്ട്. അത് വിഷ്ണുവിൻ്റെ ആയിക്കോട്ടെ, മഹാദേവൻ്റെ ആയിക്കോട്ടെ, സുബ്രഹ്മണ്യൻ്റെതും കണ്ണാടി പ്രതിഷ്ഠ പോലും നടത്തിയത്. അതായത് ആ കണ്ണാടി ഈശ്വരനാണ് ഉള്ളിൽ വേണ്ടത്, ഭഗവാന്റെ ഒരു വിഗ്രഹമല്ല എന്ന് കാണിച്ചു തരാനും, നമ്മളെ തന്നെയാണ് ആ കണ്ണാടിയിൽ കാണുന്നത്, നമ്മുടെ ഉള്ളിലാണ് ഭഗവാൻ ഉണരേണ്ടത് എന്നുള്ളത് കാണിച്ചു തന്ന് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ഒരു ഇടം നൽകിക്കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ ദൈവദശകം എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന പോലെ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി, വളരെ ചെറിയൊരു ദൈവദശകം നമുക്ക് ഓരോരുത്തർക്കും ഒരു മഹത് പുസ്തകമായിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഗുരുദേവൻ്റെ ജന്മദിനം എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും പ്രാർത്ഥിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്ന, നിഷേധിച്ച ഒരു കാലഘട്ടത്തിൽ അങ്ങനെയൊന്ന് ആ സമയത്ത് ഗുരുദേവൻ ഇല്ലാതിരുന്ന, ശരിക്കും പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ കേരളത്തെക്കുറിച്ച് ഇത് ഭ്രാന്താലയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ജാതി കോപരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി കൂടിയിരുന്ന, എന്താ പറയുക, ഉയർന്ന വർഗം, താഴ്ന്ന വർഗം, അങ്ങനെ പല വർഗങ്ങളായി മനുഷ്യനെ വേർതിരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ശരിക്കും ആ യുഗപുരുഷൻ, ശരിക്കും ഋഷിക്ക് തുല്യമായ ദേവതുല്യനായ ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ കേരളം ഇന്ന് എന്താകുമായിരുന്നു? അപ്പം ശരിക്കും ഒരു പരിവർത്തനം നമുക്കിടയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് എല്ലാ മനുഷ്യനും പ്രാർത്ഥിക്കാനുള്ള, എല്ലാ മനുഷ്യനും ദൈവത്തെ വിളിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തന്ന ആ ഋഷീശ്വരനെ എല്ലാവർക്കും നമിക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ ജന്മദിനാശംസകൾ. ഹരേ കൃഷ്ണ. സർവം രാധാകൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.